ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എക്സിക്യൂട്ടീവ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കമ്പനിയിൽ ഞാനിപ്പോൾ ചെയ്തേക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ ആപ്പിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ എൻ്റെ പേര് മുഹമ്മദ് അഷ്ഫാഖ്. നമ്മളിന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് SAPയിൽ ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട്സ് എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, റിപ്പോർട്ട്സ് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ചെയ്യണമെന്നുള്ളത് വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി നോക്കിയില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നോക്കിയായിരുന്നു. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ അതെങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട്സ് എടുക്കാം, എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഏത് പേജിലേക്ക് പോകണം എന്നുണ്ടെങ്കിലും അവിടെ ഒരു T കോഡിൻ്റെ ആവശ്യമുണ്ടല്ലേ. സോ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിൻ്റെ ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ, അതായത് ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ ഒരു പേജാണ്, അതായത് ഒരു T കോഡാണ്. ഇനിയിപ്പോൾ വെൻഡേഴ്സിന് വേറെ T കോഡാണ്, കസ്റ്റമേഴ്സിന് വേറെ T കോഡാണ്, അങ്ങനെ ഓരോന്നിനും നമുക്ക് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ വേറെ T കോഡ്സ് ആണ്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻസിൻ്റെ T കോഡാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള T കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FBL3N. ഓക്കെ, FBL3N ആണ് നോർമലായിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ എന്തെടുക്കുന്നത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. സോ ഞാനത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അവിടെ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു പേജ് വരും. ഇവിടുന്ന് ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ റിപ്പോർട്ട് ജനറേറ്റ് ആവണ്ടേ എന്നുള്ള രീതിക്ക് നമുക്ക് സോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഡേറ്റ് വൈസ് അതിനെ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ഡേറ്റ് വൈസ് എനിക്കിവിടെ സോർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഓപ്പൺ ഐറ്റം, ക്ലിയർഡ് ഐറ്റം, ഓൾ ഐറ്റം, 3 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓപ്പൺ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ട്സ് മാത്രം നമുക്ക് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഓപ്പൺ ഐറ്റം കൊടുക്കാം. അതായത് ഇനി ഞാൻ എത്ര എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്, എനിക്ക് എത്ര എമൗണ്ട് കിട്ടാനുണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ക്ലിയർ ചെയ്യാത്തത് ഏതൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട് ഓപ്പൺ ഐറ്റം സെലക്ട് ചെയ്ത് കൊടുത്താൽ. ഇനി ക്ലിയർഡ് ഐറ്റം ആണെങ്കിലോ ഓൾറെഡി ഞാൻ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എനിക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതോ ആയിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്ലിയർഡ് ഐറ്റം. ഇനി ഓൾ ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയിലുള്ള എല്ലാ ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻസും അവിടെ ഡിസ്പ്ലേ ആകും. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓൾ ഐറ്റംസ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ടാണ്. സോ എൻ്റെ കമ്പനിയിൽ ഞാൻ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എനിക്ക് അവിടെ ഡിസ്പ്ലേ ആകും. ഓൾസോ എനിക്കിവിടെ പോസ്റ്റിംഗ് ഡേറ്റ് വെച്ചിട്ട് എനിക്ക് അവിടെ സോർട്ട് ചെയ്യാൻ പറ്റും. അതായത് എക്സാമ്പിളായിട്ട് പറയാണ്, ഇതിപ്പോൾ ജാനുവരി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ജാനുവരിയിലെ ട്രാൻസാക്ഷൻ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രം ഡേറ്റിൻ്റെ അവിടെ ജാനുവരി 1 മുതൽ 2ൻ്റെ അവിടെ ജാനുവരി 31 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ ഡേറ്റ് ഒന്നും കൊടുത്തില്ലെങ്കിലോ ഫുൾ ട്രാൻസാക്ഷൻസ് എനിക്ക് അവിടെ ഡിസ്പ്ലേ ആകും. ഇനി 2 മന്ത്സിൻ്റെയോ അല്ലെങ്കിൽ 1 വീക്കിൻ്റെയോ 1 ഡേയുടെ ട്രാൻസാക്ഷൻ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റിൻ്റെ ഓപ്ഷൻ വരും. സോ ഇതിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് 20th മുതൽ ഓക്കെ, ഫ്രം ഡേറ്റിൻ്റെ അവിടെ ഞാൻ ഒന്നുകൂടി ചേഞ്ച് ചെയ്യാണ്. കഴിഞ്ഞ മന്ത് മുതൽ, അതായത് ഇപ്പോൾ 1 മുതൽ ഇതിപ്പോൾ 20 ആണെന്നുണ്ടെങ്കിൽ അത്രയും ഡേയ്സിലെ ട്രാൻസാക്ഷൻസ് മാത്രം ഡിസ്പ്ലേ ആവാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. 1 മുതൽ 20 വരെ ഉള്ളത്. ദെൻ എനിക്കിവിടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ക്ലോക്കിൻ്റെ ചിഹ്നം പോലെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അല്ലേ. അതാണ് എക്സിക്യൂട്ടീവ് ബട്ടൺ എന്ന് പറയും, എക്സിക്യൂട്ട് ബട്ടൺ എന്ന് പറയും. ആ ഒരു എക്സിക്യൂട്ട് ബട്ടൺമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമുക്ക് കാണാം എക്സിക്യൂട്ട് ബട്ടൺമേ അല്ലെങ്കിൽ കീബോർഡിൽ നിങ്ങൾ F8 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചേക്കണ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡാറ്റാസ് നമുക്ക് ട്രാൻസാക്ഷൻസ് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓൾസോ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ GL അക്കൗണ്ട് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കമ്പനി കോഡ് ഉണ്ട്. സോ ഇവിടെ കമ്പനി കോഡ് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ എനിക്ക് അവിടെ ട്രാൻസാക്ഷൻ്റെ റിപ്പോർട്ട് വരുള്ളൂ. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കമ്പനി കോഡ് ഏതാണോ, ഇപ്പോൾ എൻ്റെ എൻട്രി ആപ്പ് ആണല്ലേ, സോ ഞാൻ അവിടെ എൻട്രി ആപ്പ് കൊടുത്ത് എൻ്റെ കമ്പനി കോഡ് സെലക്ട് ചെയ്ത്. ഇനി GL അക്കൗണ്ടിൻ്റെ അവിടെയോ, GL അക്കൗണ്ടിൻ്റെ അവിടെ ഫ്രമും 2ഉം ഉണ്ട്. അതായത് എനിക്ക് സ്പെസിഫൈ ചെയ്ത് ഏതെങ്കിലും ഒരു ലെഡ്ജർ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് എനിക്കിപ്പോൾ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ്റെ ലെഡ്ജർ മാത്രം, അതിൻ്റെ ബാലൻസ് മാത്രം കണ്ടാൽ മതി. സോ ഞാൻ അവിടെ ക്യാഷ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി എനിക്ക് ബാങ്കിൻ്റെ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ബാങ്കിനെ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് സെർച്ച് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എക്സിക്യൂട്ടീവ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കമ്പനിയിൽ ഞാനിപ്പോൾ ചെയ്തേക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് കഴിഞ്ഞ 1 മുതൽ ഈ
20-ാം തീയതി വരെ ചെയ്തേക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ചെയ്യാന്നുള്ളത് പഠിച്ചില്ലായിരുന്നോ? ഏതൊക്കെയായിരുന്നു? ക്യാഷ് വെച്ചിട്ടുള്ള റെന്റ് പെയ്ഡ് എന്നുള്ള ട്രാൻസാക്ഷനും ചെയ്തായിരുന്നു, സാലറി എന്നും പറഞ്ഞുള്ള ട്രാൻസാക്ഷനും നമ്മൾ ചെയ്തായിരുന്നു. സോ ഇത് രണ്ടുമാണ് ഇവിടെ മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. ഇവിടെ കാണാം, താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന അക്കൗണ്ട് കാണാം. അത് വെച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. സാലറി പെയ്ഡ് ബൈ ഫെഡറൽ ബാങ്ക് എത്രയാ? 20,000 അവിടെ കാണാം. പിന്നെ റെന്റിന്റെ ലെഡ്ജർ അക്കൗണ്ട് നമുക്ക് കാണാം. സോ ഓരോ ലെഡ്ജേഴ്സും നമുക്ക് ഡിവൈഡ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് ബാലൻസ് സഹിതം ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ മാത്രം എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനെ ഓരോ ലെഡ്ജറിലും എത്ര ട്രാൻസാക്ഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് അതിനെ സോർട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസിന്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാന്നുള്ളത് കണ്ടു. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അസൈൻമെന്റ് നമ്പർ ഉണ്ട്, ഡോക്യുമെന്റ് നമ്പർ ഉണ്ട്, ബിസിനസ് ഏരിയ, ഏത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് ട്രാൻസാക്ഷൻ ചെയ്തതെന്നുള്ള ഡാറ്റ ഉണ്ടാകും. ഓൾസോ ഡേറ്റ്, ഏത് ഡേറ്റിലാണ് ട്രാൻസാക്ഷൻ ചെയ്തതെന്നുള്ളത് ഉണ്ടാകും. പിന്നെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഉണ്ടാകും. പിന്നെ ടെക്സ്റ്റ്, നമ്മൾ ഓൾറെഡി നരേഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലേ, അത് ഏതാണെന്നുള്ളതും കൊടുത്തിട്ടുണ്ടാകും. അത് ഓരോ ലെഡ്ജേഴ്സിനും സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടാകും. ക്യാഷിന്, ബാങ്കിന്, ഫെഡറൽ ബാങ്കിന്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. സോ ഇങ്ങനെയാണ് ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിത് വേറൊരു PDF-ലേക്കോ അല്ലെങ്കിൽ എക്സലിലേക്കോ എല്ലാം വേർഡിലേക്കോ എല്ലാം കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ മോറിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം അല്ലേ. ഇതിൽ ലിസ്റ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ലിസ്റ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് വേറൊരു ഓപ്ഷനും കൂടി കാണാൻ പറ്റും. ഈ എക്സ്പോർട്ട് എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് വേർഡിലേക്ക് ഷെയർ ചെയ്യണോ, അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിലേക്ക് ഷെയർ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഫയൽ, അതായത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻസ് ചോദിക്കും. സോ നിങ്ങൾക്ക് ഏതിലേക്കാണോ അതിന് സേവ് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്തേക്കുന്ന ഈ ട്രാൻസാക്ഷൻ്റെ റിപ്പോർട്ട് മൊത്തം നിങ്ങൾക്ക് എക്സലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും, വേർഡിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും, നമ്മുടെ നോർമലായിട്ടുള്ള സിസ്റ്റത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാനും പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. സോ എങ്ങനെയാണ് ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ എങ്ങനെയാണ് വെൻഡറിൻ്റെ ട്രാൻസാക്ഷൻ, കസ്റ്റമറിൻ്റെ ട്രാൻസാക്ഷൻ, ഇനി അവരുടെ റിപ്പോർട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്